യൂണിറ്റ് ബിയോണ്ട് 1000 കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് മൈ പാറ്റേൺസ്. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ ഇതുപോലെ കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. ഇവിടെ കുറച്ച് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഫോർ ദ റേസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5050 ടു ദ കാർസ്. ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്? അതായത് കാർ റേസിനായിട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റി കാറുകൾക്ക് 5000 മുതൽ 5050 വരെയുള്ള നമ്പേഴ്സ് കാറുകൾക്ക് കൊടുത്തിരിക്കുന്നു. എത്ര കാറുകള് റേസിൽ പങ്കെടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ കാണാം, 5000 മുതൽ 5050 വരെയുള്ള നമ്പേഴ്സ് ആണ് കാറുകൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5000 തൊട്ടിട്ട് 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ മതി അല്ലെ. എത്രയാണ് വരിക, ഹൈയസ്റ്റ് നമ്പർ മൈനസ് ലോവസ്റ്റ് നമ്പർ പ്ലസ് 1 ചെയ്താൽ മതി. അതായത് 5050 നിന്ന് 5000 കുറച്ചിട്ട് പ്ലസ് 1 ചെയ്യാം. അപ്പൊ എത്ര വരിക, 51. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 digit numbers using all the digits 5, 4, 0, 7. How many can you write? Draw the largest number in an abacus. Write this number in words. എന്താ പറഞ്ഞിരിക്കുന്നത്, 5, 4, 0, 7 എന്നുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് 4 digit നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എത്ര നമ്പർ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അബാക്കസിൽ ഏറ്റവും വലിയ നമ്പർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പർ വേർഡ്സിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറിലേക്ക് എഴുതി പോവാം. അപ്പൊ ഇതില് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്, 0 വെച്ച് നമ്പർ സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. ഇവിടെ നമ്മൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. 4057, 4075, then 4507, 4570, 4705, 4750. 4 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് 5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5047, 5074, 5407, 5470, 5704, 5740. നെക്സ്റ്റ് നമുക്ക് 7 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എഴുതാം. 7045, 7054, 7405, 7450, 7504, 7540. ഇത്രയും നമ്പേഴ്സ് ആണ് ഉള്ളത്. ഹൗ മെനി ക്യാൻ യു റൈറ്റ്? എത്ര നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു എന്നാണ്. എത്ര നമ്പേഴ്സ് ആണ്, 18 നമ്പേഴ്സ് ആണ് അല്ലെ. ദെൻ ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അബാക്കസ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 7540 അല്ലേ. അത് അബാക്കസിൽ വരയ്ക്കണം. എന്ത് ചെയ്യണം, 7 beads 1000 പൊസിഷനിൽ ഇടുക, 5 beads 100 പൊസിഷനിൽ ഇടുക, 4 beads 10 പൊസിഷനിൽ ഇടുക. 7540 ആയില്ലേ. അങ്ങനെ അബാക്കസ് വരയ്ക്കുക. റൈറ്റ് ദിസ് നമ്പർ ഇൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേർഡ്സിൽ നമ്പർ എഴുതുക. എങ്ങനെ എഴുതുക, 7540 എന്ന് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 to 10100 which have 0 in the ones place. അതായത് 9999 തൊട്ടിട്ട് 10100 വരെ ഉള്ള നമ്പേഴ്സില് വൺസ് പ്ലേസിൽ 0 വരുന്ന നമ്പേഴ്സ് എല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ വരിക, 10,000 എന്താണ് വൺസ് പ്ലേസിൽ 0 ആണ്. Then 10,010, 10,020, 10,030, 10,040, 10,050, 10,060, 10,070, 10,080, 10,090, then 10,100. ഇത്രയും നമ്പേഴ്സ് ആണ് 0 വരുന്നത് കേട്ടോ വൺസ് പ്ലേസിൽ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ. അതായത് പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് വൺ 10,150, then 10,200, 10,250. ഇവിടെ എങ്ങനെയാ, എത്ര വെച്ചിട്ടാ കൂടുന്നത്, 50, 50, 50 വെച്ചിട്ടാണ് അല്ലെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താ വരിക, 10,250 കഴിഞ്ഞാല് 10,300, then 10,350, 10,400, 10,450, 10,500 കേട്ടോ. നെക്സ്റ്റ് വണ് 1,500, 2,600, 3,700. ഇവിടെ കണ്ടോ, തൗസൻഡ്സ് പ്ലേസിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഹൺഡ്രഡ്സ് പ്ലേസിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര വെച്ചിട്ടാ കൂടുന്നത്, 1 വെച്ചിട്ടാ കൂടുന്നത്. അതായത് എത്രയാ കൂടുന്നത്, അപ്പോ 1,100 ആണ് കൂടുന്നത്. നെക്സ്റ്റ് 4,800 വരും. നെക്സ്റ്റ് 5,900 വരും. 7,000, നെക്സ്റ്റ് 8,100, ദെൻ അടുത്തത് 9,200 അങ്ങനെ കേട്ടോ. ദെൻ അടുത്തത് 14,500, ദെൻ അടുത്തത് 15,250, ദെൻ 16,000. 750 വെച്ചിട്ടാണല്ലേ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എത്രയാ വരിക, 16,750, ദെൻ നെക്സ്റ്റ് 17,500, ദെൻ നെക്സ്റ്റ് 18,250, ദെൻ 19,000, 19,750. ആഡ് ചെയ്ത് എഴുതുക കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആം ഐ, ഞാൻ ആരാന്ന്. അവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് കേട്ടോ, ആരാന്ന് കണ്ടെത്താനായിട്ട്. എ നമ്പർ ബിറ്റ്വീൻ 4000 and 5000. 4000ന്റെയും 5000ന്റെയും ഇടയിലുള്ള നമ്പർ ആണ്. The number in the ones place is double the number in the thousands place. എന്താ പറഞ്ഞിരിക്കുന്നത്? വൺസ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് തൗസൻഡ്സ് പ്ലേസിലെ നമ്പറിനെയും കാട്ടിലും ഇരട്ടിയാണ്. Then the number in the tens place is half of the number in the thousands place. അതായത് ടെൻസ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് തൗസൻഡ്സ് പ്ലേസിലെ നമ്പറിന്റെ ഹാഫ് ആണ്, പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 19. അതായത് അക്കങ്ങളുടെ തുക, അതായത് 3-4 കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? നമ്പർ ബിറ്റ്വീൻ 4000 and 5000 എന്നല്ലേ? 4000ന്റെയും 5000ന്റെയും ഇടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? 4000 വെച്ചിട്ടാണ് അല്ലെ? 4000 and അങ്ങനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തൗസൻഡ് പ്ലേസിൽ എന്തെന്നെയായിരിക്കും? 4000 വെച്ചിട്ടുള്ള നമ്പർ ആയിരിക്കും അല്ലെ? അപ്പൊ പിന്നെ നെക്സ്റ്റ് ക്ലൂ എന്താണ്? നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഇസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ് ആണ് അല്ലെ? അതായത് വൺസ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് തൗസൻഡ്സ് പ്ലേസിലെ നമ്പറിന്റെ ഇരട്ടിയാണ് എന്നാണ്. അപ്പൊ 4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 4ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 8 അല്ലേ? അപ്പൊ 4 എന്നുള്ളത് തൗസൻഡ്സ് പ്ലേസിലായി, 8 എന്നുള്ളത് വൺസ് പ്ലേസിൽ കിട്ടി കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ടെൻസ് പ്ലേസിൽ ഏത് ഡിജിറ്റ് ആണെന്ന് കണ്ടെത്താനായിട്ട് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അതായത് ടെൻസ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് തൗസൻഡ്സ് പ്ലേസിന്റെ നമ്പറിന്റെ ഹാഫ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൗസൻഡ്സ് പ്ലേസിൽ ഏതാണ് നമ്പർ? 4 ആണ്. 4ന്റെ ഹാഫ് അറിയാലോ, എത്രയാ? 2 ആണ് അല്ലെ? അപ്പൊ തൗസൻഡ്സ് പ്ലേസിലെ ഡിജിറ്റും കിട്ടി, ടെൻസ് പ്ലേസിലെ ഡിജിറ്റും കിട്ടി, വൺസ് പ്ലേസിലെ ഡിജിറ്റും കിട്ടി. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 19 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 4 ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? തൗസൻഡ്സ് പ്ലേസിൽ 4 കിട്ടി, ടെൻസ് പ്ലേസിൽ 2 കിട്ടി, വൺസ് പ്ലേസിൽ 8 കിട്ടി അല്ലെ? 3ഉം കൂടി ആഡ് ചെയ്യുക കേട്ടോ. 4 + 2 + 8 ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയാ വരിക? 14 കിട്ടും. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 19 ആണെന്ന് പറഞ്ഞാൽ 19 14 കുറച്ചാൽ എത്രയാ? 5 അല്ലേ? 5 ആണ് എന്തിൽ വരിക? ഹൺഡ്രഡ്സ് പ്ലേസിൽ വരിക കേട്ടോ. അപ്പൊ നമ്പർ എത്രയാ? 4528 ആണ് കേട്ടോ നമ്പർ. ഫൈൻഡ് ദ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 9999. ഇഫ് വി സബ്ട്രാക്ട് 1000 again and again, what would be the 8th number? എന്താ ചോദിച്ചിരിക്കുന്നത്? 9999 തൊട്ടിട്ട് നമ്മള് 1000 വീണ്ടും വീണ്ടും കുറച്ച് വന്നാല് 8ാമത്തെ നമ്പർ എന്തായിരിക്കും എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9999 ആണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ കേട്ടോ. 1000 കുറച്ച് വന്നിട്ടുള്ള 8th നമ്പർ കാണണം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തൗസൻഡ്സ് കുറച്ചാൽ മതി? 7 തൗസൻഡ്സ് കുറച്ചാൽ മതി അല്ലേ? അതായത് ഫസ്റ്റ് നമ്പർ ഈ 9999 ആയതും കൊണ്ട് 8th നമ്പർ കാണണം എന്ന് പറയുമ്പോൾ 7 തൗസൻഡ്സ് കുറച്ചാൽ മതി. എത്രയാ വരിക? 9999 മൈനസ് 7000 എത്രയാ? 2999. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ 9999, ദെൻ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യുക? 9999 മൈനസ് 1000. അപ്പൊ എത്രയാ? 8999. തേർഡ് നമ്പർ 8999 മൈനസ് 1000. അപ്പൊ എത്രയാ? 7999. അങ്ങനെ കുറച്ച് വന്ന് 8th നമ്പർ നിങ്ങൾക്ക് എത്ര കിട്ടും? 2999 എന്ന് കിട്ടും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അതിലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് വി സബ്ട്രാക്ട് 100 ഇൻസ്റ്റെഡ്, വാട്ട് വുഡ് ബി ദ 5th നമ്പർ? 1000 കുറയ്ക്കുന്നതിന് പകരമായിട്ട് നമ്മൾ 100 ആണ് കുറച്ചത് എന്നുണ്ടെങ്കിൽ 5th നമ്പർ എന്തായിരിക്കും എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാ വരിക? 9999 തന്നെയാണ് ഫസ്റ്റ് നമ്പർ. എന്ത് ചെയ്താൽ മതി? 5th നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 400s കുറയ്ക്കുക, അതായത് 400 കുറയ്ക്കുക. അപ്പൊ എത്രയാ കിട്ടുക? 9599. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ ചെയ്യാം കേട്ടോ. മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 and 1100, ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? അതായത് 1000ഉം 1100ന്റെയും ഇടയിലുള്ള നമ്പേഴ്സില് എത്ര നമ്പേഴ്സ് ആണ് 0യിൽ അവസാനിക്കുന്നത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇവിടെ ബിറ്റ്വീൻ ആണ് അല്ലെ? 1000ന്റെയും 1100ന്റെയും ഇടയിൽ എന്നല്ലേ അർത്ഥം ബിറ്റ്വീൻ എന്ന് പറഞ്ഞാല്. അപ്പൊ 1000ഉം ഉൾപ്പെടുത്തണ്ട, 1100ഉം ഉൾപ്പെടുത്തണ്ട കേട്ടോ. ബാക്കി നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ആണ് അല്ലെ?
അപ്പൊ 9 നമ്പേഴ്സ് എന്ന് എഴുതുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50 ഹൗ മെനി ടൈംസ് വുഡ് ബി റൈറ്റ് 2? 1 തൊട്ടിട്ട് 50 വരെയുള്ള നമ്പേഴ്സ് എഴുതുമ്പോ എത്ര പ്രാവശ്യം നമ്മൾ 2 എഴുതുന്നുണ്ട് എന്നാണ് കേട്ടോ. എത്ര ടൈംസ് ആണ് നമ്മൾ 2 എഴുതുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് ആ? 2, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 32, 42. 22-ൽ 2 ടൈംസ് നമ്മൾ 2 എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ മൊത്തം എത്ര ടൈംസ് ആണ്? 15 ടൈംസ് നമ്മൾ 2 എഴുതുന്നുണ്ട്. അതായത് 20 to 30 വരെ എത്ര ടൈംസ് വരുന്നുണ്ട്? 11 ടൈംസ് വരുന്നുണ്ട്. ബാക്കി 4ഉം കൂടി അല്ലെ. എത്ര വരിക? 15 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇഫ് വി റൈറ്റ് അപ് ടു 100? 100 വരെ എഴുതുകയാണെങ്കിൽ എത്ര ടൈംസ് എഴുതുന്നതാണ് കേട്ടോ. അതായത് ആദ്യം 1 to 50 വരെ നമ്മൾ കണ്ടു. എത്ര ടൈംസ് ആയിരുന്നു? 15 ടൈംസ് ആണ്. ബാക്കി 50 to 60, 60 to 70, 70 to 80, 80 to 90 to 100 വരെ എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് എഴുതു. അതായത് 50 to 60 to 70 to 80 to 92 അല്ലെ. അങ്ങനെ 5 ടൈംസ് നമ്മൾ 2 എഴുതുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ടൈംസ് ആണ്? 20 ടൈംസ് ആണ് അല്ലെ. 15 plus 5, 20. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് വി കൗണ്ട് ദ 3s ഇൻസ്റ്റെഡ് ഓഫ് ദ 2s വുഡ് ദ നമ്പർ ബി ദ സെയിം? അതായത് നമ്മള് 2-ന് പകരമായിട്ട് 3 ആണ് കൗണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്പർ സെയിം ആയിരിക്കുമോ എന്നാണ് കേട്ടോ. ആയിരിക്കും അല്ലെ. അതായത് 1 to 50 വരെ എത്ര ടൈംസ് 3 എഴുതുന്നുണ്ടായിരിക്കും? 15 ടൈംസ്. അതുപോലെ തന്നെ 50 to 100 വരെ എത്ര ടൈംസ് 3 എഴുതും? 5 ടൈംസ്. അതായത് 15 plus 5, 20 ടൈംസ് നമ്മൾ 3 എഴുതും അല്ലെ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.